നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയാണെന്ന് അറിയോ? എല്ലാവരും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സെക്സ് എന്താണെന്നറിയത്തില്ല, ഒരു ശുദ്ധ പ്രണയമില്ല. ഇല്ല. ഇപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പരിപാടി നടക്കും. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. പോക്സോ കേസിൽ യൂട്യൂബർ VJ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ് അറസ്റ്റിലായി. 16-കാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. നോക്കിട്ട് തന്റെ കാര്യം പോകാം. ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഓയിലും പോകും. അത് നടന്നിരിക്കണം. അത് ആണിനേക്കാളും നിർബന്ധം പെൺപിള്ളേർക്കാ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ചെമ്പരന്ത് വേഗത വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത്. അയ്യോ, ഞാൻ പീഡിപ്പിക്കില്ല സാർ. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. ഇയാൾ പിടിയിലായാൽ വടക്കേ മലബാറിനെ പല ഭാഗത്തു നിന്നും കാണാതായ പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇയാൾ ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കരുതുന്നു. ആള് സ്റ്റാറായിട്ടാ ഈ ഒറ്റ സംഭവത്തോട് എല്ലാവരും പ്രശസ്ത യൂട്യൂബറാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ VJ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത്. അതിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? VJ മച്ചാന്റെ പ്രൊഫൈൽ എഴുതിയിരിക്കുന്നത് എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. തേടി വന്നു പോലീസ്. എന്തായാലും എന്നെ തേടി വരുന്ന എനിക്കറിയാം. അതങ്ങനെ തന്നെ സംഭവിച്ചു. ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേക വൈഭവമാക്കും. അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു. എന്റെ മച്ച, നമ്മൾ ഗോവയിൽ വന്നിട്ട് 3 ക്യൂട്ട് കുട്ടികൾ കൊണ്ട് അവിടെ ബീച്ചിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് തന്റെ മനസ്സിരിപ്പല്ലേ? സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ഞങ്ങള് കളിക്കുന്ന കളി കണ്ട് നീയും ചാടണ്ട. ഇവനാള് മോശമില്ലല്ലോ, ഇവന് തന്നെയാ പരിപാടി. എന്റെ മച്ച, ഞാൻ നമ്മുടെ കലൂര് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി അറിയപ്പോ ഇവിടെ മുട്ടും പരിപാടിയാണ്. ഹലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടും ആലോചിക്കണാർന്ന്. കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കെ, അവനെ അറിയാവുന്ന പറയുന്നതേ നാണക്കേടാ. അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല. VJ ഒക്കെ ഒന്ന് മനസ്സ് വെച്ചപ്പോ എത്ര റൂമുകളല്ലേ. നമ്മൾ വെറുതെ എന്തിനാ പണി മേടിക്കുന്നത്? ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പൊ ഉണ്ടാവില്ല. ഒരു പെണ്ണ് കിട്ടി, എന്നെ പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ഞാനിതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഈ പഠിച്ച വിഷയമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതിന് നീ എന്തോ പഠിച്ചത്? +2 ബയോളജി. അത് വെച്ച് എന്ത് ചെയ്യാൻ പോകും? ബയോളജിക്കൽ ബിസിനസ്.